ഭാരതത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഭയന്ന് പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരരെ ഒഴിപ്പിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയത്. ഇതിനിടെ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ പാകിസ്ഥാൻ സർക്കാർ നിർദ്ദേശവും നൽകി. അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ തെക്കൻ കാശ്മീരിൽ തുടരുകയാണ്. ഇതിനിടെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കുപ്വാര, ഉറി, അഖ്നൂർ മേഖലകളിൽ വെടിവെപ്പ് തുടരുന്നു. ഭാരത സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നുമുണ്ട്. തുടർച്ചയായി 9ാം ദിവസമാണ് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നത്. വിവരങ്ങളുമായി ജമ്മു കാശ്മീരിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, തുടർച്ചയായി 9ാം ദിവസവും ശക്തമായി അതിർത്തിയിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. പാക് പ്രകോപനം തുടരുകയാണ്. അതിർത്തി മേഖലകളിൽ നിന്നെല്ലാം അവർ ജനങ്ങളെ മാറ്റുന്നു. അവിടെ ഉണ്ടായിരുന്ന ഭീകരരെയൊക്കെ തന്നെ മാറ്റുന്നു. ഒരു യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ രൂപപ്പെടുത്തിയെടുക്കുകയാണ് പാകിസ്ഥാൻ. എന്തായാലും ഭാരതം ശക്തമായി തന്നെ ഇതിനെ ചെറുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, കുപ്വാര, ഉറി, അഖ്നൂർ സെക്ടറിലാണ് തുടർച്ചയായ 9ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യന്റെ BSF പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. ശക്തമായ നാണയത്തിൽ തന്നെ BSF തിരിച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം തന്നെ ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും സെർച്ചിങ് ഓപ്പറേഷൻ വ്യാപകമായി നടക്കുന്നു. ഈ പെൽഗാമിലെ ബൈസൺ വാലിയിൽ നടന്ന തീവ്രവാദ അക്രമത്തിലെ ഉൾപ്പെട്ട പ്രതികളെ 4 പേരെ പിടികൂടുവാൻ വേണ്ടി തെക്കൻ കാശ്മീരിലെ മലനിരകളിലടക്കം തെരച്ചിൽ ശക്തമാണ്. പീർപഞ്ചാൽ മലനിരകളിൽ കഴിഞ്ഞ ദിവസം എയർ ഡ്രോപ്പ് നടത്തി പ്രത്യേക കമാൻഡോ സംഘം അവിടെ സെർച്ചിങ് ഓപ്പറേഷൻ തുടരുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഉറി, അതേപോലെ തന്നെ ബാരാമുള്ള അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിലും തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പാകിസ്ഥാൻ ഒക്കുപ്പടി കശ്മീരിലെ അവിടെ ഉണ്ടായിരുന്ന അതിർത്തി മേഖലയിൽ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ തയ്യാറായി നിന്നിരുന്ന ഭീകരവാദികളെ പാകിസ്ഥാൻ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. ഭാരതത്തിന്റെ തിരിച്ചടി ഭയന്നുകൊണ്ടാണ് അവിടെ നിന്നും ഈ ടെററിസ്റ്റ് ലോഞ്ചിങ് സെന്ററിൽ നിന്നും അവരെ മറ്റ് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. ഏത് സമയവും ഭാരതം തിരിച്ചടിക്കുമെന്നുള്ള ആശങ്ക നിലവിൽ പാകിസ്ഥാനിൽ കൂടുതൽ ആയി ഉടലെടുത്തിരിക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അതിർത്തി മേഖലയിലുള്ള ജനങ്ങളോട് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ് 2 മാസത്തേക്ക്, ചുരുങ്ങിയത് 2 മാസത്തേക്കെങ്കിലും അവശ്യ സാധനങ്ങൾ കരുതി വെക്കാൻ, മരുന്നും ആവശ്യമായ സാധനങ്ങളും കരുതി വെക്കേണ്ട സാഹചര്യമുണ്ട്. ആവശ്യമില്ലാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, വൈകുന്നേരത്തിനുള്ളിൽ വീടുകളിൽ അഭയം പ്രാപിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നിലവിൽ പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള കർശനമായ ഒരു തിരിച്ചടി ഭയന്നുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിർത്തിയിൽ ശക്തമായ പ്രകോപനം പാകിസ്ഥാൻ തുടരുകയാണ്. അതിർത്തി മേഖലകൾ പാകിസ്ഥാൻ 9ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അവർ ആക്രമണം നടത്തുന്നു. ഭാരതം ഇതിനെ ശക്തമായി ചെറുക്കുന്നുമുണ്ട്. ഒരു യുദ്ധസമാന സാഹചര്യം ഉള്ളതിനാൽ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുള്ള ജനങ്ങളെ അവർ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജമ്മു കാശ്മീരിൽ നിന്നും നന്ദഗോപൻ.